അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഡാവിഞ്ചിയുടെ പ്ലഗിൻസ് തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലഗിൻസ് കിട്ടാനായിട്ട് ആദ്യം നമ്മളൊന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് കമൻറ്റിൽ പ്ലഗിൻസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഓവർറൈറ്റ് സ്വിച്ച് പാക്കറ്റ്. ഇപ്പോൾ ഓവർറൈറ്റ് നല്ല ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞായിരിക്കും വരിക. ഓക്കെ, ഞങ്ങൾക്ക് ഇത് ഓവർറൈറ്റ് എന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓവർറൈറ്റ് എന്ന് വന്നത്. നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞായിരിക്കും വരിക. നിങ്ങളത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡാവിഞ്ചി റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ റീസ്റ്റാർട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡാവിഞ്ചി ഓപ്പൺ ചെയ്യുക. ഡാവിഞ്ചി ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വീഡിയോയിലൊക്കെ എഫക്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഏതൊക്കെ എഫക്റ്റ് ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ നേരെ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എഫക്ട്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ടൈറ്റിൽസും ഉണ്ട് കേട്ടോ, ആനിമേഷൻ ടൈറ്റിൽ ആനിമേഷൻസും ഉണ്ട്. ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടൈറ്റിലിന് ഇടാനുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആനിമേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. ഇപ്പം ഇതിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വരും. ഓക്കെ, അതേപോലെ തന്നെ താഴോട്ട് നിന്ന് ഇഷ്ടംപോലെ ആനിമേഷൻസ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പം ഞാൻ ടൈറ്റിൽസ് അങ്ങ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിനനുസരിച്ച് ഇവിടെ എഫക്ട്സ് എടുത്തിട്ട് ഇവിടെ സ്വിച്ച് പാക്കറ്റ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് ട്രാൻസിഷൻ ഉണ്ട്, അതേപോലെ എലമെന്റ്സ് ഉണ്ട്, അതേപോലെ എസെൻഷ്യൽ ഉണ്ട്, മാസ്ക് ഉണ്ട്, റീടൈം ഉണ്ട്, ഷേക്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഷേക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഡ്രാഗ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഏത് ഷേക്കാണോ വേണ്ടത് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്പെക്ടർ ടാബിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേളിൽ ഇൻസ്പെക്ടർ ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഓഫായിട്ടാണ് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ താഴെ സ്ലൈഡ്, സൂം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതുണ്ടോ, ജസ്റ്റ് ആ വീഡിയോ അതിൻ്റെ മേളിൽ ഇങ്ങനെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഫക്ട്സ് ഉള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ.